ഡിയർ സ്റ്റുഡൻസ്, 29ാമത്തെ പേജ് മുതൽ 31ാമത്തെ പേജ് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ 10th ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അതിനൊക്കെ ആൻസേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ബിലോ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് AB ഈസ് എ ഡയമീറ്റർ, C ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. Compute angle CAB. Okay, draw another figure like this with a different number for the size of angle COB. Calculate angle CAB. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഫിഗറിൽ O സർക്കിളിലെ സെൻറ്ററാണ്, AB ഡയമീറ്ററാണ്. സർക്കിളിൽ ഒരു പോയിൻ്റ് എടുത്തു C, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് സെൻറ്റർ Oയിലേക്ക് ഒരു ലൈൻ വരച്ചു, അല്ലെങ്കിൽ റേഡിയസ് വരച്ചു. അതേപോലെ തന്നെ AC വരച്ചു. ഈ ആംഗിൾ 50 ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് വി വാണ്ട് ടു കമ്പ്യൂട്ട് ആംഗിൾ CAB. CAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. AOB is the diameter, O is the center, C is joined to the center and C is joined to the point A. This angle is given 50 and we want to find out the measure of this angle. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രയാങ്കിൾ തന്നാൽ ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവും. ആ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ എപ്പോഴും റിമോട്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ടാവും. ആ ഇൻറ്റീരിയർ ആംഗിൾ ഒഴിവാക്കുക, മറ്റ് രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ 50 ആണെങ്കിൽ സം ഓഫ് ദീസ് ടു ആംഗിൾസ് ഈസ് 50. അപ്പോൾ അതേപോലുള്ളൊരു സാഹചര്യം ഈ ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ട്രയാങ്കിളാണ്, അതിൻ്റെ ഒരു സൈഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന എക്സ്റ്റീരിയർ ആംഗിളാണ് ഇത്. അപ്പോൾ ഈ മെഷർ ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ O ഈസ് എ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, അതുകൊണ്ട് OCയും OAയും രണ്ടും എന്താണ്, റേഡിയൈ ആണ്. ഇപ്പോൾ രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളായി മാറി, അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഓക്കെ, രണ്ടും ഈക്വലാണ്. ആ രണ്ടിൻ്റെയും സമ്മ് എത്രയായിരിക്കും, 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? OA ഈസ് ഈക്വൽ ടു OC. ഓക്കെ, OA ഈസ് ഈക്വൽ ടു OC. ദെർഫോർ ആംഗിൾ OAC ഈസ് ഈക്വൽ ടു angle OCA. okay, angle OAC equal to angle OCA, and that is equal to half of 50. okay, 50 by 2 is equal to 25. okay, ഇനി ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗം കൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ്. ഇതേപോലെ തന്നെ ഒരു ഫിഗർ വരയ്ക്കുക വിത്ത് എ ഡിഫറെൻറ്റ് നമ്പർ ഫോർ ദ സൈസ് ഓഫ് ആംഗിൾ COB. ഈ COBയുടെ മെഷറായിട്ട് കൊടുത്തിരിക്കുക 50ക്ക് പകരം വേറെ ഏതെങ്കിലും മെഷർ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് CAB. ഈ CAB എന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 50ക്ക് പകരം ഒരു 80 ആണ് വിചാരിക്കുക. 80 ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മ് എത്രയായിരിക്കും? 80 ആയിരിക്കും. മാത്രമല്ല ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 80ൻ്റെ പകുതിയാണ് ഈ ആംഗിൾ, അതേപോലെ തന്നെ ഈ ആംഗിളും. ഓക്കെ, സോ ഇവിടെ 50/2 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 80/2 എന്ന് എഴുതാം. 80/2 ഈസ് ഈക്വൽ ടു 40. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ 80 പറഞ്ഞതേ, മറ്റേത് മെഷർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് AB ഈസ് എ ഡയമീറ്റർ, C ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. ഇതേപോലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഫിഗറിലുണ്ടായിരുന്നത്. ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് സിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ കൂടെ കൂടുതൽ വരച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ട് ആംഗിൾ ACB. ആംഗിൾ ACB ആണ് ഈ ഫിഗറിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ആംഗിളല്ല, ആംഗിൾ ACB ആണ്. അപ്പോൾ ആംഗിൾ ACB ഈസ് ദ സം ഓഫ് ടു ആംഗിൾസ്. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ കാണാം OCA, മറ്റൊരു ആംഗിൾ കാണാം OCB. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ആംഗിൾ ACB. അപ്പോൾ ഈ ആംഗിളിൻ്റെ മെഷർ
കണ്ടുപിടിക്കുന്നു, ഈ ആംഗിളിൻ്റെ മെഷറും കണ്ടുപിടിക്കുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ACB. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ഇല്ലെങ്കിൽ കഴിഞ്ഞ ഫിഗറായി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സെയിം ആണെന്നും അത് 50യുടെ പകുതിയാണെന്നും നമുക്കറിയാം. ഓക്കെ, സോ ആംഗിൾ OCA ഈസ് ഈക്വൽ ടു വാട്ട്? 50/2. 50/2 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 25 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ആംഗിൾ കണ്ടെത്താം. അപ്പോൾ ഈ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. യു ക്യാൻ സി. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ക്വസ്റ്റ്യൻ 12 ആണ്. ഓക്കെ, സോ ആംഗിൾ OCA is equal to OAC and that's equal to 50/2. Okay, 50/2 is equal to 25. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 25 എന്ന് കിട്ടി. ഇനി OC is equal to OB. റേഡിയൈ മീൻസ് റേഡിയസിൻ്റെ പ്ലൂറലാണെന്ത്? റേഡിയൈ. അപ്പോൾ ഒന്നിൽ അധികം റേഡിയസ് ഉണ്ടെങ്കിൽ നമ്മൾ റേഡിയൈ എന്ന് പറയും. OCയും OBയും രണ്ടും എന്താണ്? ഈ സർക്കിളിൻ്റെ റേഡിയൈയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളായി മാറും, അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് സം ഓഫ് 3 ആംഗിൾസ് ഈസ് 180. ഓക്കെ, 3 ആംഗിൾസിൻ്റെ സം 180 ആണ്. അപ്പോൾ 180യിൽ നിന്ന് 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് കിട്ടും. ഓക്കെ, പക്ഷേ രണ്ട് ആംഗിൾസ് സെയിം ആയതുകൊണ്ട് ആ കിട്ടുന്ന മെഷറിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ആംഗിൾ OCB. ഓക്കെ, അപ്പോൾ ആംഗിൾ OCB is equal to angle OBC. Angle OCB equal to angle OBC. Okay, that is equal to what? 180 minus 50. 180യിൽ നിന്ന് 50 മൈനസ് ചെയ്യാം. ഇത് മൂന്നും കൂടെ കൂടിയ 180 ആണല്ലോ. എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 180 minus 50 is 130. 130/2 is equal to 65. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 65 എന്ന് കിട്ടുന്നു. അപ്പോൾ 65ഉം നേരത്തെ കിട്ടിയത് 25. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ will get what? ACB. Okay, അപ്പോൾ ACB is equal to OCA plus OCB. Okay, and that is equal to 25 plus 65. 25 plus 65 is equal to what? 90. അപ്പോൾ 90 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന് പകരം ഈ 50ക്ക് പകരം നമ്മൾ വേറെ ആംഗിൾ കൊടുത്തു എന്ന് വിചാരിക്കാം. വേറെ ആംഗിൾ കൊടുത്താൽ നമുക്ക് എന്തിനാ കിട്ടുക? സപ്പോസ് ഇറ്റ് ഈസ് എ സർക്കിൾ. ഓക്കെ, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ സെൻറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇതേപോലെ തന്നെ വരച്ചു. ഇത് O, ഇത് ABC. ഇവിടെ ഒരു 78 ആണെന്ന് വിചാരിക്കുക. 78. ഓക്കെ, അപ്പോൾ അത് 78 ആണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ഹാഫ് ഓഫ് 78. അപ്പോൾ OCA ഈക്വൽ ടു എത്രയാവും? ഹാഫ് ഓഫ് 78. ആംഗിൾ OCA is equal to 78ൻ്റെ ഹാഫ്, ദാറ്റ്സ് ഈക്വൽ ടു 39 എന്ന് കിട്ടും. 39. ഓക്കെ, ഇനി ഈ ആംഗിളും സെയിം ആയിരിക്കും. 180 നിന്ന് 78 കുറയ്ക്കുക. അപ്പോൾ 180 മൈനസ് 78 അതിൻ്റെ പകുതി എടുക്കുക. then we'll get what? OCB. Okay, angle OCB. 180 minus 78 is equal to 102. Okay, 102/2. 102/2 is equal to എത്രയാണ്? 51 ആണ്. 51. അപ്പോൾ 51 plus 39. See, 51 plus 39 is equal to 90 degree. അപ്പോൾ ഈ ഫിഗറിലും ACB എന്താണ്? ACB ആംഗിൾ ACB is equal to 90. അപ്പോൾ ഇവിടെ 78 കൊടുത്തപ്പോൾ 90 കിട്ടി. നേരത്തെ 50 ആയപ്പോഴും 90 കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് മെഷർ വേണമെങ്കിൽ കൊടുക്കാം. ഏത് മെഷർ കൊടുത്തു കഴിഞ്ഞാലും ആംഗിൾ ACB വിൽ ബി ഈക്വൽ ടു 90. ഓക്കെ, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ ഇതൊരു ഡയമീറ്ററാണ്, ഇത് സെമി സർക്കിളാണ്. അപ്പോൾ ഈ ആംഗിൾ ഇൻ എ സെമി സർക്കിളാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, അതായത്
ഈ ആംഗിളിൻ്റെ ഒരു സൈഡ് വരച്ചാൽ അതിൻ്റെ എൻഡ് പോയിൻ്റ് ഈ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻ്റാണ്. മറ്റേ സൈഡിൻ്റെ എൻഡ് പോയിൻ്റ് ഈ ഡയമീറ്ററിൻ്റെ ഈ എൻഡാണ്. ഓക്കെ, വെർട്ടെക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെർട്ടെക്സ് ഈസ് ഓൺ ദ സെമി സർക്കിൾ. സെമി സർക്കിളിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ പോയിൻ്റ് എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെയൊക്കെ എടുക്കാം. എവിടെ എടുത്താലും ഇങ്ങനെ വരച്ചിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആംഗിളിൻ്റെ മെഷർ വിൽ ബി ഓൾവേസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ഇവിടെ സെൻറ്റർ ആണെങ്കിൽ ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ, അതേപോലെ തന്നെ ഈ ആംഗിളും. മറ്റൊന്ന് മനസ്സിലായത്, ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് മെഷർ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ എത്ര മെഷർ കൊടുത്താലും ഏത് ആംഗിൾ ആയിക്കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 13 ആണ്. 13. ഓക്കെ, 13 എന്താണ് ക്വസ്റ്റ്യൻ 13 പറയുന്നത്? ഹൗ മെനി ഡിഫറെൻറ്റ് ഐസോസെലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 50 ഡിഗ്രി ആൻഡ് വൺ സൈഡ് 7 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള എത്ര ഐസോസെലസ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? ആ ഐസോസെലസ് ട്രയാങ്കിൾസിലൊക്കെ ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ ആവണം, ഒരു ആംഗിൾ 50 ഡിഗ്രി ആണ്. ഓക്കെ, ഒരു ആംഗിൾ 50 ഡിഗ്രി ആവണം, ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ ആവണമെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സും 7 സെൻറ്റിമീറ്റർ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതേപോലെ വൺ ആംഗിൾ 50 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആംഗിൾ 50 ഡിഗ്രി ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ആ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ആ ഫിഗറിൽ ഒരു ആംഗിൾ 50 ആയിരിക്കണം, ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ ആയിരിക്കണം. മാത്രമല്ല ഐസോസെലസ് ട്രയാങ്കിൾ ആവുകയും വേണം. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ വൺ ആംഗിൾ 70 ആയിരിക്കണം, സോറി വൺ ആംഗിൾ 50 ആയിരിക്കണം, വൺ സൈഡ് 7 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ പല രീതിയിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. അതിൻ്റെ വഴികൾ പറഞ്ഞുതരാം. ഫിഗർ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് പറയാം. ഐസോസെലസ് ട്രയാങ്കിളിലെ ഈ ബേസ് 7 സെൻറ്റിമീറ്റർ ആവാം, ബേസ് 7 സെൻറ്റിമീറ്റർ വരാം. പിന്നെ മറ്റ് രണ്ട് സൈഡ്സിൻ്റെ മെഷർ 7നേക്കാൾ കുറവോ അല്ലെങ്കിൽ 7നേക്കാൾ കൂടുതലൊക്കെ വരാം. ഈ ആംഗിൾ എത്രയാവാം? 50 ഡിഗ്രി ആവാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇത് 50 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലാണ്. രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ 180 മൈനസ് 50 ആയിരിക്കും. 180 മൈനസ് 50 ഈസ് ഈക്വൽ ടു 130. അപ്പോൾ ഇത് 65, ഇത് 65. ഓക്കെ, അപ്പോൾ ഇവിടെ 65 വരുന്ന രീതിയിൽ ഈ ആംഗിൾ 50 ആവുന്ന രീതിയിൽ ഈ സൈഡ് 7 സെൻറ്റിമീറ്റർ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ ബോട്ടം സൈഡ് 7 സെൻറ്റിമീറ്റർ ആവാം. ഓക്കെ, ഇതൊന്നും എക്സാക്റ്റ് മെഷേഴ്സ് അല്ല. ഓക്കെ, എക്സാക്റ്റ് മെഷേഴ്സ് അല്ല, ഏതൊക്കെ രീതിയിൽ വരയ്ക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തൊരു ഐസോസെലസ് ട്രയാങ്കിൾ ഇങ്ങനെ ആവാം. ബേസ് 7 സെൻറ്റിമീറ്റർ തന്നെ ആവാം. ഇവിടെ 50 ഡിഗ്രി, ഇതും 50 ഡിഗ്രി ആവാം. അപ്പോൾ 50 + 50 100 ആയി. ഇനി എത്ര മെഷറുണ്ട്? അടുത്ത ആംഗിളിൻ്റെ മെഷർ എത്രയായിരിക്കും? 80 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 80 വരാം. അപ്പോൾ ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ, ആ സൈഡിൻ്റെ രണ്ട് എൻഡിൽ 50, 50, മൂന്നാമത്തെ ആംഗിൾ 80. ഓക്കെ,
ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ, അതിൻ്റെ രണ്ട് എൻഡിൽ 65 പിന്നെ മേലെ 50 ഈ രീതിയിൽ വരാം. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് സാധ്യതകൾ? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ. ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡ്സ് 7 സെൻറ്റിമീറ്റർ ആവാം. ഓക്കെ, രണ്ട് സൈഡ്സ് 7 സെൻറ്റിമീറ്റർ ആവാം. ഇത് 50 ആവാം. ഓക്കെ, ഈ രണ്ട് ആംഗിൾസ് 65 വരാം. ഓക്കെ, അപ്പോൾ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സൈഡ് വന്നിട്ടുണ്ട്, 50 ഡിഗ്രി ഉള്ള ആംഗിളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ട്രയാങ്കിൾ കൂടെ നമുക്ക് വരയ്ക്കാം. ഇത് 7 സെൻറ്റിമീറ്റർ ആവാം, ഇവിടെയും 7 സെൻറ്റിമീറ്റർ വരാം. ഈ ആംഗിള് 80 ഡിഗ്രി ആവാം. ഇവിടെ 50യും ഇവിടെ 50യും വരാം. ഈ രണ്ട് ആംഗിൾ 50 ആവാം, ഈ ആംഗിൾ 80 ആവാം. ഈ രണ്ട് സൈഡ്സ് 7 സെൻറ്റിമീറ്റർ ആവാം. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സൈഡ് വന്നു, 50 ഡിഗ്രി മെഷറുള്ള ആംഗിൾ വന്നു, രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ. ഇവിടെയും രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ 50 ഡിഗ്രി ആംഗിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയോ ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, 50 ഡിഗ്രി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ, ഇവിടെ 50 ഡിഗ്രി വന്നിട്ടുണ്ട്. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി മറ്റേതെങ്കിലും രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടെത്താം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 14. ഓക്കെ, 14th ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡ്രോ ട്രയാങ്കിൾ ABC. Draw triangle ABC with AB 7 cm, angle A 67.5 degree, angle B 15 degree without using protractor. Okay, AB 7 cm ആയിരിക്കണം, അതിൻ്റെ ഒരു എൻഡിലുള്ള ആംഗിൾ എയുടെ മെഷർ 67.5 ഡിഗ്രി ആവണം. പിന്നെ മറ്റേ എൻഡിലുള്ളത് ആംഗിൾ ബി ആണ്, അത് 15 ഡിഗ്രി ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ആംഗിൾ മെഷേഴ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും ഏകദേശം ഒരുപോലുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററും കൂടെ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ തീരെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നേരത്തെ നമ്മൾ പ്രൊട്രാക്ടറും ഉപയോഗിച്ചിരുന്നു. പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ചില പാർട്ട് ചെയ്തത്. ഓക്കെ, പക്ഷേ ഇവിടെ പ്രൊട്രാക്ടർ തീരെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് മെഷർ എന്നുള്ളത് നമ്മളിവിടെ എഴുതി വെക്കുന്നു. ട്രയാങ്കിൾ ABC ആണ്. ആ ട്രയാങ്കിൾ ABCയിൽ AB is equal to 7 centimeter and angle A is equal to 67.5 degree and angle B is equal to 15 degree. ഓക്കെ, 15 ഡിഗ്രി. ഇതൊക്കെയാണ് മെഷേഴ്സ്. ഈ മെഷേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഈ മെഷേഴ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. അപ്പോൾ സൈഡ് ABയുടെ ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ 7 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 സെൻറ്റിമീറ്ററിൽ അവസാനിപ്പിക്കുന്നു. സോ ദിസ് ഈസ് ഓഫ് ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ. ഇതിനെ A എന്നും ഈ പോയിൻറ്റിന് A എന്നും ഈ പോയിൻറ്റിന് B എന്ന് വിളിക്കുന്നു. ആംഗിൾ A ഈസ് ഈക്വൽ ടു 67.5 ഡിഗ്രി. ഓക്കെ, 67.5 എന്ന് പറഞ്ഞാൽ 45 പ്ലസ് 22.5 ആണ്. 45ഉം അതിനോട് 22.5 കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് 67.5 കിട്ടുക. അത് കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ആദ്യം 90 ഡിഗ്രി മാർക്ക് ചെയ്യും, എന്നിട്ട് അതിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 45 കിട്ടും. ഈ മേലെയുള്ള 45നെ വീണ്ടും ബൈസെക്റ്റ് ചെയ്യും, 22.5 കിട്ടും. അങ്ങനെ 22.5ഉം ഈ 45 കൂടുമ്പോൾ 67.5 ആയി മാറും. അങ്ങനെ ഇവിടെ നമുക്ക് 67.5 എന്നുള്ള ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ 90 ഡിഗ്രി എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. ഈ എൻഡിൽ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഈ ആർക്ക് തുടങ്ങിയ സ്ഥലത്ത് നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കുക. ഇനി ഈ പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും ഒരാർക്കും കൂടെ വരയ്ക്കുക. അതിന് ആദ്യം വരച്ച ആർക്കിന് കുറച്ചും കൂടെ ലെങ്ത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളത് കുറച്ചും കൂടെ വരയ്ക്കുന്നു. ഇത്ര വരച്ചു വെക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഒരാർക്ക് വരച്ചു. ഇനി ആ പോയിന്റിൽ വെച്ചുകൊണ്ട് ഈ ആർക്കിൻ്റെ മേലെ നമ്മൾ ഒരിക്കൽ കൂടി കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ 2 പോയിൻറ്റ്സ് കിട്ടി. ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്, അങ്ങനെ 2 പോയിൻറ്റ്സ് കിട്ടി. ഇനി ആ 2 പോയിൻറ്റ്സിലും വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നു, ഈ എൻഡിൽ വെച്ചുകൊണ്ടും ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ വെച്ച് ആർക്ക് വരച്ചിട്ട് ഇവിടെ ഒരാർക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ കോമ്പസ് വെച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആർക്ക് കിട്ടുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാം. ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ ഈ എയിൽ നിന്ന് നേരെ മേലോട്ട് വരച്ചാൽ വിൽ ഗെറ്റ് 90 ഡിഗ്രി ആംഗിൾ. സെറ്റ് സ്ക്വയർ പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, 90 ഡിഗ്രി വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് 90 നൗ. ഇനി ഈ 90യെ നമ്മൾ ബൈസെക്റ്റ് ചെയ്യുന്നു. ബൈസെക്റ്റ് ചെയ്യുമ്പോൾ 45 കിട്ടും. അതിനെ വീണ്ടും ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും 22.5 കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാറുണ്ട്. ആ ആർക്ക് ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് വീണ്ടും നമ്മൾ വരയ്ക്കേണ്ടതില്ല. ഇതിൻ്റെ എൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വരച്ചുകൊണ്ട് ഇതിനെ ബൈസെക്റ്റ് ചെയ്യാം. ഇങ്ങനെ വരച്ചു, ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ വരച്ചാൽ എന്തായി, ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് 45 ആണ്. 45 ഡിഗ്രി എന്ന് കിട്ടും. ഇതും 45 ആണ്. ഈ 45നെ വീണ്ടും നമ്മൾ ബൈസെക്റ്റ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് ഉള്ളതുകൊണ്ട് ഈ ആർക്കിൻ്റെ ഈ 2 ലൈനിനെ ഈ ആർക്ക് കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ഉണ്ട്. ഒരു പോയിൻ്റ് ഇത്, ഒരു പോയിൻ്റ് ഇത്. ഈ 2 പോയിന്റിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ആർക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഒരാർക്ക് കിട്ടി. ഇനി ഈ പോയിന്റിൽ, ഇവിടെ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. അങ്ങനെ 2 ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് നമുക്ക് കിട്ടി. ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ വരച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കട്ടികൂട്ടി വരയ്ക്കുന്നു, ഡോട്ടഡ് അല്ല വരയ്ക്കുന്നത്. കാരണം ഈ 45 ഇപ്പം ഹാഫായി. അപ്പോൾ 22.5 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു 28.5 ഉണ്ടാവും. അപ്പോൾ ഈ 22.5ഉം 45ഉം കൂടെ 67.5 ആയി. അപ്പോൾ നമ്മുടെ ഒരു ആംഗിൾ ഇതാണ്. ആംഗിൾ എ 67.5 എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടണം, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടണം. ആംഗിൾ ബി 15 ഡിഗ്രി മാർക്ക് ചെയ്യണമെങ്കിൽ 15 എന്നത് 30യുടെ പകുതിയാണ്, 30 എന്നത് 60ൻ്റെ പകുതിയാണ്. അപ്പോൾ 60 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്ത് അതിനെ ബൈസെക്റ്റ് ചെയ്ത് 30 ആക്കി, അതിനെ വീണ്ടും ബൈസെക്റ്റ് ചെയ്ത് 15 ആക്കുകയാണ് ചെയ്യുന്നത്. 30 ഡിഗ്രി ആംഗിൾ
പ്രൊട്രാക്ടർ ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അതിന് ബി എന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ച് കോമ്പസ് വെച്ച് ഒരു ആർക്ക് വരയ്ക്കാം. അറ്റ് എനി റേഡിയസ് എത്രയും ആകാം. അങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് തുടങ്ങിയ പോയിന്റിൽ കോമ്പസ് വെച്ചുകൊണ്ട് ആദ്യം വരച്ച ആർക്കിനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിലൂടെ ബിയിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ ആ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ദിസ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, ആ 60 ഡിഗ്രിയെ ബൈസെക്റ്റ് ചെയ്ത് 30 ആക്കി അതിനെ വീണ്ടും ബൈസെക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ആ ആർക്കിൻ്റെ രണ്ട് എൻഡിൽ തന്നെ വെച്ചുകൊണ്ട് ഈ സൈഡിനെയും കട്ട് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ്, ഈ രണ്ട് പോയിൻറ്റ്സിൽ വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി. ആ പോയിൻറ്റിലൂടെ ബിയിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് 60 എന്ന ആംഗിൾ 30 and 30 ആയി മാറും. അപ്പോൾ ഈ ഭാഗം 30 ആണ്, ഈ ഭാഗം 30 ആണ്. നമുക്ക് കിട്ടേണ്ടത് 15 ആണ്. ഇവിടെ ഒരു ആംഗിൾ 67.5 കിട്ടി. ഇനി ഇവിടുന്ന് ഒരു 15 വരച്ചിട്ട് ആ 15 ഉണ്ടാവുന്ന സൈഡ് ഉണ്ടല്ലോ, 15 എന്ന ആംഗിളിലെ സൈഡ്, ആ സൈഡ് ഇങ്ങനെ എവിടെ ചെന്ന് മീറ്റ് ചെയ്യണം? ഈ സൈഡിൽ ചെന്ന് മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 30 എന്ന ആംഗിളിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? 15 and 15 ആക്കി മാറ്റുന്നു. അപ്പോൾ ഇത് ടോട്ടൽ 60 ആണ്. ഇതിനെ നമ്മൾ ബൈസെക്റ്റ് ചെയ്തപ്പോൾ 30 and 30 ആയി മാറി. 30 and 30. ഈ 30 താഴെയുള്ള 30നെ നമ്മൾ വീണ്ടും ബൈസെക്റ്റ് ചെയ്യാണ്. അപ്പോൾ രണ്ട് പോയിൻറ്റ്സ്, ഏതൊക്കെയാണ് പോയിൻറ്റ്സ്? ഒരു പോയിൻ്റ് ഇതാണ്, ഇവിടെയാണ് ഒരു പോയിൻ്റ്. ഈ പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, ഈ പോയിന്റിൽ കോമ്പസ് വെക്കുന്നു. എന്നിട്ട് രണ്ട് ആർക്കുകൾ വരച്ചിട്ട് ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടും. ഈ ബിയിൽ നിന്ന് ആ പോയിന്റിലൂടെ വരച്ചിട്ട് നമ്മൾ ഈ ആമിൽ അല്ലെങ്കിൽ ഈ ലൈൻ സെഗ്മെൻറ്റിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ കോമ്പസ് വെച്ചു, ഒരാർക്ക് വരച്ചു. ഇനി ഈ പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, ഇവിടെ വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. നമുക്കൊരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി, രണ്ട് ആർസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. ഈ പോയിന്റിലൂടെ ബിയിൽ നിന്ന് വരയ്ക്കാം. ആ പോയിന്റിലൂടെ വരച്ചിട്ട് എവിടം വരെ വരയ്ക്കണം? ഇത് ഇങ്ങനെ ഈ ലൈനിൽ ടച്ച് ചെയ്യുന്നവരെ വരയ്ക്കണം. ഓക്കെ, കുറച്ച് ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ദിസ് ഈസ് 15, ഈ ആംഗിളാണ് 15. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ ABC ആണ്. അപ്പോൾ എ ഇവിടെ കിട്ടി, ഇത് B ആണ്. അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, ആ പോയിൻ്റാണ് C. ഈ പോയിൻ്റാണ് C. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ A is equal to 67.5, ആംഗിൾ B is equal to 15 degree and AB is equal to 7 centimeter. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് നോക്കാം. ഒരിക്കൽ കൂടി പറയാം. ആദ്യം AB വരച്ചു 7 centimeter. അതിനുശേഷം ഇവിടെ കോമ്പസ് വെച്ചു. കോമ്പസ് വെച്ചിട്ട് അറ്റ് എനി റേഡിയസ്, ഇഷ്ടമുള്ള റേഡിയസിൽ ഈ ലൈൻ സെഗ്മെൻറ്റിൽ പെൻസിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ കോമ്പസ് വെച്ച് റേഡിയസ് ചേഞ്ച് ചെയ്യാതെ ഈ വരച്ച ആർക്കിനെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നു. അവിടെ കോമ്പസ് വെച്ച് വീണ്ടും കട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ട് പോയിൻറ്റ്സ് ഇവിടെ കിട്ടും. ഈ രണ്ട് പോയിൻറ്റ്സിലും കോമ്പസ് വെച്ചുകൊണ്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു, ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ഈസ് 90.
ഓക്കെ ഈ ആംഗിൾ 90. അവസാനം ഈ ആർക്ക് ഈ സൈഡിനെയും ഈ സൈഡിനെയും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പസ് വെക്കുന്നു, ഇവിടെയും കോമ്പസ് വെക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. നമുക്കിവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. എയിൽ നിന്ന് ഇതിലൂടെ വരയ്ക്കുമ്പോൾ ഈ 90 എന്ന ആംഗിൾ ഇപ്പോൾ 45 ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. നമുക്ക് വേണ്ടത് 67.5 ആണ്. ഇവിടുന്ന് ഇവിടം വരെ 45 ആയി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 22.5 കിട്ടണം. അപ്പോൾ ഈ 45നെ വീണ്ടും ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ആർക്കിൽ ഈ എൻഡിൽ കോമ്പസ് വെച്ചിട്ട് വരയ്ക്കുന്നു, ഈ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. ഇവിടുന്ന് ഈ പോയിന്റിലൂടെ വരച്ചാൽ ഈ 45 ഡിഗ്രി ആംഗിൾ ബൈസെക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ 45ൻ്റെ പകുതി 22.5 കിട്ടും. 22.5 പ്ലസ് 45 = 67.5. അപ്പോൾ ഈ ആംഗിൾ എത്രയായി? 67.5 ആയി. ഇനി ഈ എൻഡിൽ നമുക്ക് 15 ഡിഗ്രി കിട്ടണം. 15 ഡിഗ്രി ഈസ് ദ ഹാഫ് ഓഫ് 30 ഡിഗ്രി. 30 ഡിഗ്രി ഈസ് ദ ഹാഫ് ഓഫ് 60 ഡിഗ്രി. അപ്പോൾ ആദ്യം 60 ഡിഗ്രി വരച്ച് ബൈസെക്റ്റ് ചെയ്ത് വീണ്ടും ബൈസെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ 15ലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കോമ്പസ് വെച്ചു. അറ്റ് എനി റേഡിയസ് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് റേഡിയസ് ചേഞ്ച് ചെയ്യാതെ ആർക്ക് തുടങ്ങിയ പോയിന്റിൽ കോമ്പസ് വെച്ച് ഈ ആർക്കിനെ തന്നെ കട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇവിടുന്ന് ഈ പോയിന്റിലൂടെ ഒരു ലൈൻ വരച്ചാൽ ദിസ് ആംഗിൾ ഈസ് നൗ 60 ഡിഗ്രി ആംഗിൾ. ഇനി ആ 60നെ ബൈസെക്റ്റ് ചെയ്യുന്നു. 60നെ ബൈസെക്റ്റ് ചെയ്യാൻ ഈ ആർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കോമ്പസ് വെച്ച് വരച്ചു, ഈ എൻഡിൽ കോമ്പസ് വെച്ച് വരച്ചു. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നതോടുകൂടി ഈ 60 എന്തായി മാറി? ഇവിടുന്ന് ഇങ്ങോട്ട് 30യും ഇവിടുന്ന് ഇങ്ങോട്ട് 30ആയി മാറി. ഇനി ഈ ഭാഗത്തുള്ള 30യെ നമ്മൾ വീണ്ടും ബൈസെക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഒരു ആർക്കുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പസ് വെച്ച് വരയ്ക്കുന്നു, ഈ പോയിന്റിൽ വെച്ചിട്ടും കോമ്പസ് വെച്ച് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. ഈ പോയിന്റിലൂടെ ബിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ വരയ്ക്കുന്ന ലൈൻ ഇതാ ഈ ലൈനിൽ ടച്ച് ചെയ്യുന്നവരെ നീട്ടി വരയ്ക്കണം. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റാണ് ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ്, അതായത് സി. അപ്പോൾ എ ബി സി 3 വെർട്ടീസസ് കിട്ടി. സോ സൈഡ് ഈസ് 7 സെൻറ്റിമീറ്റർ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി ആൻഡ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 67.5 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതോടുകൂടി ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ശരിക്കും ഒരു 2 ചാപ്റ്ററിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ധാരാളം കാര്യങ്ങൾ നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ആരംഭിക്കാം. ഈ ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പം അത്ര ലെങ്തി അല്ലാത്തൊരു ചാപ്റ്ററാണ് ഇക്വേഷൻസ്. ഓക്കെ, so see you in the next class. Thank you.